أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം ചെറിയ വാക്കിലൂടെ വിശദീകരിച്ച് പോവുകയുണ്ടായി. സ്വലാത്ത് അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരുടെ ആത്മാവ് ഉണരുന്ന, നമ്മുടെ തന്നെ ആത്മാവ് ഉണരുന്ന രൂപത്തിലായിരിക്കണം ആ വാക്കിന് നമ്മൾ അർത്ഥം പറയേണ്ടത്, ആശയത്തെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ചെറിയ വാക്കിലൂടെ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആന് അങ്ങനെ നന്ദി കാണിക്കാൻ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സ്വലാത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു അറബിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങളെല്ലാം നമ്മെ പോലെയുള്ള അനർബികളായ ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിനാൽ നമ്മൾ അറബി വാക്ക് ഒരു അറബിയായ മനുഷ്യൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ നമ്മൾ വീണ്ടെടുക്കണം എന്ന് പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലായി ശുക്ർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു അഖ്റജക്കും സൂറത്തുൻ നഹലിലെ ഒരായത്തില് യൗമുൽ ഖിയാമയെ കുറിച്ച് പറഞ്ഞിട്ട് അത് നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. നിങ്ങളെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു, നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. ഭൂമിയിലെത്തുന്ന മനുഷ്യന് ഒരുക്കി കൊടുക്കുന്ന മറ്റു എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു നമുക്ക് ചുറ്റും ഒരുക്കുന്ന ഏത് അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു സൂറത്ത് നഹ്ലിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. വല്ലാഹു വല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർറി വൽ ബഹരി. ഹുവല്ലദീ, സൂറത്ത് നഹ്ലിന്റെ ആദ്യത്തിൽ ഒരായത്തുണ്ടല്ലോ, എങ്ങനെയാണ്? ഹുവല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ വതറൽ ഫുൽക മവാഖിറ വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലക്കും തഷ്കുറൂൻ. അള്ളാഹു സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നല്ല വിശിഷ്ടമായ മത്സ്യങ്ങളെ, മാംസങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാന്, അതിൽ നിന്ന് പവിഴങ്ങളെ, മുത്തുകളെ എല്ലാം ശേഖരിക്കാന്, അതുപോലെ കപ്പലുകളെ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി. ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളെ മുഴുവനും പറഞ്ഞു വന്ന് അള്ളാഹു പറയുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ജീവൻ, ജീവിതം, ഭക്ഷ്യവസ്തുക്കള് എല്ലാത്തിനും മനുഷ്യൻ നന്ദി കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഹുവല്ലദീ അൻശഅക്കും, അവൻ എത്രയോ നിങ്ങളെ സൃഷ്ടിച്ചവൻ. വജഅലക്കുമുസ് സമഅ വൽ അബ്സാറ വഹുവല്ലദീ അൻശഅക്കും വജഅലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകിയവൻ, എന്നാൽ നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണ്. അപ്പോ ഈ നന്ദി പ്രകാശനത്തിന്റെ മൂർത്തമായ
അവസ്ഥയാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അത് റുകൂഇലൂടെ സുജൂദിലൂടെ എല്ലാം തന്നെ മനുഷ്യൻ പ്രകടിപ്പിക്കുകയും അവൻ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഔന്നത്യമാർന്ന നാമങ്ങൾ കേൾക്കുമ്പോൾ ആ സൃഷ്ടാവിന്റെ മുമ്പിൽ ആത്മാവ് കൊണ്ട് വിനയാന്വിതനായി നിൽക്കുകയും ആത്മാവ് കൊണ്ട് ഉള്ളുകൊണ്ട് അവൻ സുജൂദും റുകൂവും ചെയ്യുകയും അങ്ങനെ അവൻ അവന്റെ സൃഷ്ടാവിനോട് ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യ കർമ്മങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കർമ്മത്തെ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിലെ അവന്റെ സൃഷ്ടാവുമായിട്ട് ഹൃദയപൂർവം ബന്ധപ്പെടുന്ന ഉത്കൃഷ്ടമായ ഒരു കർമ്മമാണ്. ആ കർമ്മം ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് ലുക്മാൻ പഠിപ്പിക്കുകയാണ്. അത് തന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ അതിനെ പ്രപഞ്ചനാഥൻ നിരന്തരം എടുത്തുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനുശേഷം അദ്ദേഹം പിന്നീട് കൽപ്പിക്കുന്നത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് സക്കാത്തിനെ സ്വലാത്തിന് ശേഷം ഇവിടെ ചേർത്ത് പറയാതെ പോയത്. 32ഓളം ഇടങ്ങളിൽ സ്വലാത്ത് എന്ന വാക്കിന്റെ കൂടെ സക്കാത്ത് എന്ന വാക്കിനെ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ സമയത്തിന്റെ സക്കാത്താണ് സ്വലാത്ത്. ആ സമയം വിറ്റ് ഉണ്ടാക്കുന്ന കാശിന്റെ ശുക്റാണ് സക്കാത്ത് എന്നുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നതിനേക്കാളും സമയത്തിന്റെ സക്കാത്ത് നിർവഹിക്കണമെന്ന് ഇമാം ഷഅറാവി ഈ ആയത്തിനെ വിശദീകരിച്ചു പോകുന്നിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു സമയം നൽകുമ്പോൾ ആ സമയത്തിന് രണ്ട് തരത്തിലാണ് മനുഷ്യൻ നന്ദി കാണിക്കേണ്ടത്. ഒന്ന് അവന്റെ ജീവിതത്തിന് തന്നെയും, മറ്റൊന്ന് ആ സമയം വിറ്റ് അവൻ സ്വയത്തമാക്കുന്ന സമ്പത്തിനും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്പത്തിന് ഉടമയല്ല, അതുകൊണ്ട് കുഞ്ഞിനോട് സക്കാത്തിനെ കുറിച്ച് പറയേണ്ടതില്ല. സമ്പത്ത് കൈവശം വെക്കുന്ന, സമ്പത്ത് ഉപയോഗിക്കുന്ന പ്രായപൂർത്തിയായ മനുഷ്യന് അവൻ അതിൻ്റെ സക്കാത്ത് നിർവഹിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് അവരുടെ പിതാവിനോട് ചേർന്ന് നിന്ന് പ്രായപൂർത്തിയാകുന്നത് വരെ അവരുടെ കാര്യങ്ങളെ അവരുടെ മാതാപിതാക്കളിലൂടെ നടത്തിപ്പോകുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് അത്തരം വിഷയങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല, ഉപദേശിക്കേണ്ടതില്ല. അപ്പൊ കുഞ്ഞുങ്ങളോട് സക്കാത്തിനെ കുറിച്ച് പറയേണ്ടതില്ല. അവര് ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തിനെ അവര് കൈകാര്യം ചെയ്യുകയോ ഉടമപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ സക്കാത്തിനെ അള്ളാഹു പറയാതെ പോയത്. ലുക്മാനും തന്റെ കുഞ്ഞിനോടുള്ള ഉപദേശത്തിൽ സക്കാത്തിനെ ചേർത്ത് വെക്കാതെ പോയത്. അതിനുശേഷം നേരെ മഅറൂഫിനെ കുറിച്ച് പറയാം. നീ മഅറൂഫ് കൽപ്പിക്കണം. മഅറൂഫ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ ചെറിയൊരു ഭാഗം പറഞ്ഞു വെച്ചു. അത് ഉള്ളറിയുന്ന സത്യം എന്നാണ് മഅറൂഫ് എന്ന വാക്കിന്റെ അർത്ഥവും ആശയവും. നമ്മള് പൊതുവെ കാലങ്ങളായി പറയുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തോട് മഅറൂഫ് എന്താണെന്ന് ചോദിച്ചാല് വേഗം അത് സ്വലാത്താണ് എന്നാണ് പറയുക. മുങ്കർ എന്താണെന്ന് ചോദിച്ചാൽ, തിന്മ എന്താണെന്ന് ചോദിച്ചാല് അത് മദ്യപിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാശാസങ്ങളിൽ ഏർപ്പെടലോ എല്ലാം ആണ് തിന്മ എന്നുമാണ് നമ്മുടെ സമൂഹം പറയുക. എന്നാല്
ഇതൊരു അറബിയോട് ചോദിച്ചാൽ, മാറൂഫി എന്ന വാക്കിന്റെ അർത്ഥത്തിൽ അറബിയോട് ചോദിച്ചാൽ അദ്ദേഹം അങ്ങനെയല്ല പറയാ. മാറൂഫ് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഉള്ളറിയുന്ന ഒരു സത്യമാണ്. അതെന്താണ്? അത് അവന്റെ സ്രഷ്ടാവിനെ കുറിച്ചുള്ള ബോധമാണ്. മുൻകർ എന്ന് പറഞ്ഞാല് അവന്റെ പ്രകൃതം നിരാകരിക്കുന്നതാണ്. അത് ദൈവേതര വസ്തുക്കൾക്ക് ദൈവനാമം ചാർത്തിക്കൊടുത്ത് അതിന് ദൈവമായി കാണുന്ന മനുഷ്യന്റെ തെറ്റായ ഭാവമാണ്. അപ്പൊ ഒരു കുട്ടിയോട് മഅറൂഫ് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ മഅറൂഫ് കൊണ്ടുള്ള കർമ്മം നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളറിയുന്ന സത്യത്തെക്കുറിച്ച് അവന് ശക്തമായ ബോധനം നൽകണം. അബുൽ ഹസൻ അലി നദവി ഈ ഭാഗത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് ആൽ ഇമ്രാനിലെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ വിഷയം പറഞ്ഞു പോകുന്നത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഇവിടെ ലുക്മാൻ വഅ്മുർ ബിൽ മഅറൂഫി, ഒരു കുട്ടിനോട് ഉപദേശിക്കുകയാണ്. വഅ്മുർ ബിൽ മഅറൂഫി, അവിടെ അള്ളാഹു നേരിട്ട് ഒരു ജനതയോട് പറയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ നന്മ, മനുഷ്യന്റെ ഉള്ളറിയുന്ന ആ മഹാ നന്മയെ കുറിച്ച് നിങ്ങൾ കൽപ്പിക്കുന്നവരാണ്. ഈ ഇവിടെ അമറ എന്ന വാക്കിന് പകരം മറ്റു പലതും ഉപയോഗിക്കാം. അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ വിഷയത്തെ പറയുന്നിടത്ത് ഇതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അംറു ബിൽ മഅറൂഫിന്റെ ഗൗരവത്തെ എടുത്ത് കാണിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു പോകുന്നത്, എന്തുകൊണ്ട് അള്ളാഹു ഇവിടെ കൽപ്പിക്കണം എന്നെന്തുകൊണ്ട് പറഞ്ഞു? നിങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ മുംകിൻ വമിനൽ ഇംകാനി എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തൂടെ എന്ന വേറെ വാക്കുകളിൽ ഉപയോഗിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾ കൽപ്പിക്കണം എന്ന് പറഞ്ഞത്? അപ്പൊ ഈ സമൂഹം ചെറുപ്രായത്തിലെ അവര് ആത്മാഭിമാന ബോധമുള്ളവരായിരിക്കണം. തങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ഉള്ളവരായിരിക്കണം. അത് മനുഷ്യത്വപൂർണമായിരിക്കണം. അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഗാഠമായി സ്പർശിക്കുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നല്ല അറിവും കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അത് മേൽപ്പരപ്പിൽ നിന്നുള്ള വായനയാകാൻ പാടില്ല, മേൽപ്പരപ്പിൽ നിന്നുള്ള അറിവാകാൻ പാടില്ല. അത് ഗാഠമായി ഉള്ളറിഞ്ഞുകൊണ്ട് അതിൻ്റെ വസ്തുത ബോധ്യപ്പെട്ടുകൊണ്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയുള്ളൂ, അവർക്കതിന് കഴിയുകയും ചെയ്യുകയുള്ളൂ. ഇവിടെ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് മഅറൂഫ് അല്ലെങ്കിൽ മുൻകർ എന്ന രണ്ട് വിഷയം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. പടച്ചോനൊരാൾ ശുക്ർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞതുപോലെ ആരാണ് സൃഷ്ടാവ് എന്നും ആ സൃഷ്ടാവിന്റെ മഹത്വം എന്താണെന്നും അവന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണെന്നും നന്നായി ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്ന മനുഷ്യർക്ക് മാത്രമേ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ഷഹാദത്തിന്റെ ഭാഗം കൂടിയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ കർമ്മത്തിലൂടെ വിളിച്ചോതുന്ന, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന, സ്വന്തം തന്നെ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കർമ്മാണ് സ്വലാത്ത് എന്നുള്ളത്. അതിനുശേഷം മനുഷ്യന് പുറത്തിറങ്ങിക്കഴിഞ്ഞാല്
ആ സ്വലാത്ത് തേടുന്ന ജീവിതത്തിൽ ഉണ്ടാക്കി ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില സംഗതികളെ, ചില ഉന്നതമായ മൂല്യങ്ങളെ നിലനിർത്താൻ വായ കൊണ്ടും കർമ്മം കൊണ്ടും വീണ്ടും അവന് ചില ഉന്നത മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സ്വലാത്ത് എല്ലാ മ്ലേച്ഛത്തരങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കും, തടയും. അപ്പൊ സ്വലാത്ത് നിർവഹിച്ച് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു വൃത്തികേടും ചെയ്യുന്നവനാവില്ല, ഒരു മോശത്തരങ്ങളും ചെയ്യുന്നവനാവില്ല. കാരണം ഇഖ്ബാൽ തന്നെ പറയുന്നത് പോലെ മസ്ജിദിന്റെ ഉള്ളിൽ മാത്രമല്ല നീ ദൈവത്തിന്റെ കഴിവിനെയും അവന്റെ അളമത്തിനെയും കാണേണ്ടത്, പാപം ചെയ്യുന്നിടത്തും ദൈവത്തിന്റെ നോട്ടമുണ്ടെന്ന് നീ കരുതണം. അതുകൊണ്ട് ചില ആളുകള് പരിശുദ്ധ റസൂലിന്റെ മനുഷ്യൻ ഭൂമിയിൽ താഴ്മയുള്ളവനാവണം, ആ താഴ്മയുടെ അടയാളങ്ങൾ വസ്ത്രവിധാനങ്ങളിൽ സ്വീകരിക്കണം, അപ്പൊ നിങ്ങളുടെ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കരുത് എന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അധിക ആളുകളും മസ്ജിദിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് ഈ സാധനം മേലോട്ട് ചുരുട്ടി വെക്കുക. അവിടെ പടച്ചോൻ എന്തോ കാണുന്നു എന്നുള്ളതാണ് ഇവര് മനസ്സിലാക്കുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ തട്ടിയിട്ട് വീണ്ടും നെരിയാണിക്ക് ഉള്ളിൽ തന്നെ അങ്ങോട്ട് മടക്കി വെക്കും, അല്ലെങ്കിൽ താത്തിയിടും. അപ്പൊ പുറത്തത് കാണില്ല എന്നും പള്ളിന്റെ ഉള്ളിൽ കയറുമ്പോ കാണുന്നുണ്ട് എന്നുള്ള ചില ധാരണകളാണ് ചില ആളുകൾക്കുള്ളത്. അള്ളാഹു മനുഷ്യനെ സമൂലമായി മൂടി നിൽക്കുന്നവനാണ്. അള്ളാഹു മുഹീത്തും ബിൽ ഇബാദ്. അള്ളാഹുവിന്റെ നോട്ടത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്, സ്വലാത്ത് എന്നുള്ളത് ഷഹാദത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഷഹാദത്ത് എങ്ങനെ ജീവിതത്തിൽ നിന്ന് അസ്തമിക്കുന്നില്ല, മരണം വരെ അത് നിലച്ചു പോകുന്നില്ല, അതുപോലെ നിലച്ചു പോവാത്തൊരു കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. ഇതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോ സ്വലാത്ത് കഴിഞ്ഞ് ഒരാൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്ത് പുറത്തു വന്നാല് നമ്മളെ ജീവിതത്തിൽ ആ സൃഷ്ടാവിന്റെ ദിക്റും ശുക്റും നിരന്തരം നിലനിൽക്കണം. ആ നിലനിൽക്കാൻ കൂടി ഈ മഅറൂഫ്, മനുഷ്യന്റെ ഉള്ളറിയുന്ന സത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അവന്റെ പ്രകൃതം നിരാകരിക്കുന്നതിനെ കുറിച്ച് മനുഷ്യ കുടുംബത്തോട്, ചുറ്റുമുള്ളവരോട് അത് ഉണർത്തിക്കൊടുക്കലും അനിവാര്യമാണ്. അത് ചെയ്യാതെ പോകുന്ന ഒരു സമൂഹത്തിന്, സ്വലാത്തിന് ശേഷം ഈ രണ്ട് കർമ്മവും ചെയ്യാത്തൊരു സമൂഹത്തിന് നിലനിൽപ്പ് തന്നെയല്ല ഭൂമിയിൽ. കാരണം അവര് പലതരത്തിലുള്ള വൃത്തികേടുകളും സ്വഭാവ ദൂഷ്യങ്ങളും പേറുന്നവരേക്കാരം. സമൂഹത്തിനിടയിലും അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന പോലെ സമൂഹത്തിനിടയിലും ധർമ്മബോധം ചുമക്കുന്നവരാകണമെങ്കിൽ ഈ രണ്ട് കർമ്മങ്ങൾ കൂടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നന്മ പറയുന്ന മനുഷ്യന് പിന്നീട് തിന്മ അനുവർത്തിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പൊ അവന് തന്നെ കുറ്റബോധം വന്നുകൊണ്ടിരിക്കും. ഇത് പറയാതെ പോകുമ്പോൾ എല്ലാ തിന്മയിലും അവൻ വ്യാപൃതനാകുകയും ചെയ്യും. ഇതാണ് ഇപ്പൊ നമ്മുടെ എല്ലാ അവസ്ഥ. നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതാണ്. അപ്പൊ ഇവിടെ മഅറൂഫ്, വഅ്മുർ ബിൽ മഅറൂഫി എന്ന് ഒരു കുട്ടിയോട് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വലിയവരോടുള്ള കൽപ്പനയുടെ ആഴം എത്രയിക്കാരം. ഒരു കുട്ടിനോട് വഅ്മുർ ബിൽ മഅറൂഫി എന്ന് പറയേണ്ടത് അനിവാര്യമാണെന്ന് അള്ളാഹു ലുഖ്മാനിലൂടെ പഠിപ്പിക്കുമ്പോഴേ അതിനെ അള്ളാഹു വീണ്ടും എടുത്തുതിരിക്കുന്നുണ്ട് ഒരു സമൂഹത്തോട്. അപ്പോൾ
അതിന്റെ ആഴം എത്രയായിരിക്കും, അതിന്റെ ഉള്ളിലുള്ള ആ ഒരു കൽപ്പനക്കുള്ളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സാമൂഹിക പരിവർത്തനത്തിന്റെ ഗാഠത എത്രമാത്രമായിരിക്കും. വൻഹ അനിൽ മുൻകരി, തിന്മയെ തടയുകയും വേണം. തിന്മ എന്ന് പറഞ്ഞാല് അത് സമ്മയിത്തുമൂഹ അൻതും വ ആബാഉക്കും, നിങ്ങള് ദൈവത്തിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട നാമങ്ങളെ നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വസ്തുക്കൾക്ക് നിങ്ങൾ വെച്ചു കൊടുത്തിരിക്കുന്നു. ദൈവം എന്നുള്ളത് നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിളിക്കുന്ന സത്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലോകത്ത് പ്രവാചകന്മാർ വന്നതും നിങ്ങൾ ദൈവസന്നിധിയിൽ നടത്തിയ സാക്ഷ്യത്തെ ഉണർത്തിത്തരുവാനാണ്. ആരാണ് നിങ്ങളുടെ പരിപാലകൻ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിക്കുമ്പോഴ്, അതെ നീയാണ് ഞങ്ങളുടെ പരിപാലകൻ എന്ന് പറഞ്ഞ് മനുഷ്യൻ ആ സ്രഷ്ടാവിന്റെ മഹത്വത്തെ, അളമത്തിനെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതവന്റെ ഹൃദയബോധത്തിൽ അനിഷേധ്യമായി നിൽക്കുന്നുണ്ട്. ആ സത്യത്തെ ഉണർത്തുകയാണ് ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ദൈവമുണ്ട് എന്ന് പറയാനൊന്നും പ്രവാചകന്മാർ വന്നിട്ടില്ല. കാരണം അത് മഅറൂഫാണ്, ഉള്ളറിയുന്ന സത്യമാണ്. ഈശ്വരനുണ്ട് എന്നുള്ളത്, ദൈവമുണ്ട് എന്നുള്ളത്, അള്ളാഹു ഉണ്ട് എന്നുള്ളത്. അത് മനുഷ്യന് പറഞ്ഞു കൊടുക്കാത്ത കാലത്ത് തന്നെ, അവന് ബോധമില്ലാത്ത കാലത്ത് തന്നെ, ചിന്തയില്ലാത്ത കാലത്ത് തന്നെ അവൻ ഈ പ്രപഞ്ചത്തിലേക്കും അവന്റെ ചുറ്റുപാടിലേക്കും അവൻ നോക്കിയിട്ട് ഇതെല്ലാം ആരാണ് നിർമ്മിച്ചത് എന്ന് അവന്റെ ഉമ്മയുടെയോ ഉപ്പയുടെയോ അവന്റെ സഹോദരങ്ങളുടെയോ എല്ലാം തന്നെ കൈപിടിച്ചുകൊണ്ട് അവൻ നിരന്തരം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ജീവിതത്തിന്റെ ഒരു ഘട്ടം കടന്ന് അവന്റെ വയറിന് വേണ്ടി, അവന്റെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങിയപ്പോഴ്, ഓടിത്തുടങ്ങിയപ്പോഴ് അവന്റെ മുമ്പിലുള്ള ഈ മനോഹരമായ പ്രപഞ്ചം അത് പഴഞ്ചനായി മാറുകയും അതിനെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും അവൻ എന്തുകൊണ്ടോ മറന്നു പോകുകയും അവൻ കാണുന്ന, അവൻ ആസ്വദിക്കുന്ന, അവൻ ഉപകരിക്കുന്ന ഇത്തരം മഹാ അനുഗ്രഹങ്ങൾക്ക് പിറകിലെ മഹാസ്രഷ്ടാവിനെ അവൻ വിസ്മരിക്കുകയും ചെയ്തു. പിന്നീട് അവന്റെ ജീവിത വഴികളിൽ പെടുന്നനെ കടന്നു വരുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ മാത്രം നെടുവീർപ്പുകളിലായി അവൻ ആ ശക്തിയെ ഓർക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. ഇവിടെ പ്രവാചകന്മാർ വന്ന് സുഖാഡംബരങ്ങളെ മുമ്പിൽ കണ്ട് ഓടുന്ന മനുഷ്യനെ പിടിച്ചു നിർത്തി അവനോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവുമാണ് അവന്റെ ഉള്ളിലുള്ള മഹാസത്യത്തെ കുറിച്ച് ഉണർത്തിക്കൊടുക്കുക എന്നുള്ളത്. അതിനോളം വലുതായ ഒരു കാരുണ്യം, മഹത്തായ ഒരു കാരുണ്യം ഭൂമിയിലില്ല എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണു. മനുഷ്യന് അവന്റെ നാഥനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് ഇവിടെ വഹുവ യഅ്ലുഹു. ഇപ്പൊ വഅല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നേരെ പറഞ്ഞു. മനുഷ്യൻ അറിയുന്ന ഒന്നിനെ കുറിച്ച് വീണ്ടും ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യന് അതിനെക്കുറിച്ചെല്ലാം ബോധമുണ്ട്. പല കാരണങ്ങളാൽ, അവന്റെ ഭൗതിക സാഹചര്യങ്ങളാൽ അവൻ വിസ്മരിച്ച, മറന്ന, അല്ലെങ്കിൽ അവൻ അശ്രദ്ധനായി പോയ കാര്യങ്ങളെ കുറിച്ച് അവൻ ഉണർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും തന്നെ പുതിയൊരു വിഷയമല്ല, മനുഷ്യൻ അറിയാത്ത കാര്യങ്ങളല്ല. എന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ അവൻ അതിനെ വിസ്മരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം പുലർത്തുകയോ ചെയ്യുമ്പോൾ അവനെ ഉണർത്തുവാൻ, അവനെ വീണ്ടും ഒന്ന് തട്ടി ഉണർത്തി ആ കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ലുഖ്മാൻ
അതുകൊണ്ട് തന്നെ തന്റെ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ആ ഒരു ബോധത്തെ ഉണർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ കാലത്തുമുള്ള മനുഷ്യരോടും അള്ളാഹു ഈ വിഷയം പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ബോധത്തെ ഇവിടെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ വിശുദ്ധ ഖുർആന് ഈ മഅറൂഫിനെ കുറിച്ച് പലയിടങ്ങളിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അപ്പൊ മുൻകർ എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള ഈ സത്യത്തെ ഏതെങ്കിലും തരത്തിൽ അവന് മറ്റു ദൈവത്തിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട ഗുണവിശേഷങ്ങളെ അവന്റെ കൈകളെ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾക്ക് വകവെച്ചു കൊടുത്ത് ചെയ്യുന്ന ഒരു പാതകത്തെയാണ് മുൻകർ എന്ന് പറയുന്നത്. അവൻ എത്ര തന്നെ അതിന്റെ മുമ്പിൽ കുനിഞ്ഞാലും നമിച്ചാലും പ്രതിസന്ധി വേളയിൽ അതിനങ്ങ് നിരാകരിക്കുക, അവന്റെ ഉള്ളങ്ങ് നിരാകരിക്കും. ശുദ്ധ ഖുർആന് സൂറത്തുൽ നഹ്ലിൽ തന്നെ ഒരു സംഭവം പറഞ്ഞു പോകുന്നുണ്ട്. സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലയിടങ്ങളിൽ സൂറത്ത് യൂനുസിലും ആ വിഷയം അള്ളാഹു പറയുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബ ജാഅത്ഹാ റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ വظنوا أنهم أحيط بهم دعوا الله مخلصين له الدين. കടലിലും കരയിലും വഴിയൊരുക്കിയവന് നിന്റെ നാഥനാണ്. അങ്ങനെ നിങ്ങൾ ശാന്തമായ സമുദ്രത്തിൽ സഞ്ചരിക്കവേ നിങ്ങൾ സന്തോഷത്താൽ യാത്ര ചെയ്യുന്നു, സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്നു. എന്നാൽ പെടുന്നനെ കൊടുങ്കാറ്റടിച്ച് സമുദ്രത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തിരമാലകൾ വന്ന് സമുദ്രാഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ തുനിയുമ്പോഴ് മനുഷ്യരെ നിങ്ങൾ ആരെയാണ് വിളിക്കുക? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിങ്ങള് നിഷ്കളങ്കമായി പ്രപഞ്ചനാഥനായ സർവേശ്വരനെ മാത്രം നിങ്ങൾ വിളിക്കും. അങ്ങനെ നിങ്ങൾ എന്താണ് പറയുക? ലഇൻ അൻജൈതനാ മിൻ ആദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ദൈവമേ രക്ഷിച്ചാല് നിന്നോട് നന്ദിയുള്ളവരാകാന്ന് പറയും. ഫലമ്മാ അൻജാഹും, നാം അവരെ രക്ഷിച്ചാലോ, ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു നന്ദിയും കൂടാതെ വൃത്തികെട്ടവരായി അവർ ഭൂമിയിൽ വ്യാപിക്കുന്നു. പിന്നെ അള്ളാഹു വിളിക്കാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നമാ ബഗിയുക്കും അലാ അൻഫുസിക്കും മതാ അൽ ഹയാത്തി ദുനിയ സുമ്മ ഇലൈനാ മർജിഉക്കും ഫനുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളോട് തന്നെയുള്ള ഒരു ക്രൂരതയാണ്. നിങ്ങളുടെ കർമ്മപുസ്തകം നൽകുന്ന ഒരു ദിവസമുണ്ട്, അന്ന് നിങ്ങളെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തും. ഇതേ സംഭവം ഈ രൂപത്തിലുള്ള ഒരു വിശദീകരണം അള്ളാഹു സൂറത്ത് ഇസ്രായേലിലും അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ സൂറത്ത് നഹ്ൽ എന്നാണ് മുമ്പ് പറഞ്ഞത്. അത് സൂറത്ത് നഹ്ലിലല്ല, സൂറത്ത് ഇസ്രായേലാണ്. അത് 66 സൂറത്ത് ഇസ്രായേലിലെ മനുഷ്യന്റെ ഉൾബോധത്തെ കുറിച്ച് അള്ളാഹു ഇതുപോലെ പറഞ്ഞു വെക്കുന്നുണ്ട്. റബ്ബുക്കുമുല്ലദീ യുസ്ജി ലക്കുമുൽ ഫുൽക ഫിൽ ബഹരി ലിതബ്തഗൂ മിൻ ഫദ്ലിഹി ഇന്നഹു കാന ബിക്കും റഹീമ. അള്ളാന്റെ ഫദ്ലിനെ, കാരുണ്യത്തെ തേടി കണ്ടെത്താൻ അള്ളാഹു നിങ്ങൾക്ക് സമുദ്രത്തിൽ കപ്പലിനെ അള്ളാഹു കീഴ്പ്പെടുത്തി അവന്റെ കാരുണ്യം കൊണ്ട് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വഇദാ മസ്സക്കുമുദ്ദുറു ഫിൽ ബഹരി, അങ്ങനെ നിങ്ങൾ സമുദ്രത്തിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചാൽ വല്ലമൻ തദഊന ഇല്ലാ ഇയ്യാ, പടച്ചോനെ മാത്രം വിളിക്കും. ഫലമ്മാ നജ്ജാഹും, നാം അവരെ രക്ഷിച്ചാലോ, ഇലൽ ബർരി, ആ സമുദ്രത്തിൽ നിന്ന് കരയിലെത്തിച്ചാൽ അറൽതും വക്കാനൽ ഇൻസാനു കഫൂറ, നിങ്ങൾ തിരിഞ്ഞു പോകും, മനുഷ്യനേറെ നിഷേധിയാണ്. വീണ്ടും അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫ അമിൻതും അൻ യഖ്സിഫ ബിക്കും ജാനിബൽ ബർരി അയുർസില അലൈക്കും ഹാസിബ തുമ്മ ലാ തജിദൂ ലക്കും വക്കീല. അങ്ങനെ സമുദ്രത്തിലും കരയിലുമെല്ലാം നിങ്ങൾ മഹാപ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ
അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾക്കൊരു വക്കീലായി നിങ്ങൾ കാണുകയില്ല. വീണ്ടും ചോദിക്കുന്നു, അമിൻതും, നിങ്ങൾ നിങ്ങൾ നിർഭയരാകുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അമിൻതും അയ്യുഈദകും ഫീഹി താറത്തൻ ഉഖ്റ ഫയുർസില അലൈക്കും ഖാസിഫൻ മിനർ റീഹി ഫയുഗ്രികകും ബിമാ കഫർതും സുമ്മ ലാ തജിദു ലക്കും അലൈനാ ബിഹി തബീഅ. നിങ്ങൾ അതിലേക്ക് വീണ്ടും മടങ്ങി മഹാകാറ്റ്, ഒരു വലിയ ഘോരമായ കാറ്റടിച്ച് നിങ്ങളെ വീണ്ടും അതിൽ മുക്കിക്കൊല്ലും. നിങ്ങൾ താന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞതുപോലെ വിളിക്കുകയും നിങ്ങൾ ആരിലാണ് നിർഭയത്വം പ്രാപിക്കുകയും ചെയ്യുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യന്റെ ഉൾബോധത്തെ കുറിച്ച് പലയിടങ്ങളിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വെക്കുന്നത്, മഅറൂഫ് എന്ന വാക്കിനെ ശരിയായ രൂപത്തിൽ നമ്മൾ അർത്ഥം പറയേണ്ടതുണ്ട്. മുൻകർ എന്ന വാക്കിനെ ശരിയായ രൂപത്തിൽ അർത്ഥം പറയേണ്ടതുണ്ട്. സ്വലാത്തി എന്ന വാക്കിന്, ഷഹാദത്തി എന്ന വാക്കിനെല്ലാം തന്നെ, ദഅവത്തി എന്ന വാക്കിന്, തബ്ലീഗ് എന്ന വാക്കിനെല്ലാം തന്നെ ശരിയായ അർത്ഥം പറയേണ്ടതുപോലെ ഈ വാക്കുകൾക്കും ശരിയായ രൂപത്തിൽ അർത്ഥം പറഞ്ഞു പോവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ള് ഉണരുകയുള്ളൂ. നമ്മുടെ മക്കൾക്കും ചെറുപ്രായത്തിലെ അതിനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാകുള്ളൂ. വസ്ബിർ അലാ മാ അസ്വബക, നീ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അപ്പോൾ നീ ക്ഷമ കൈകൊള്ളണം. ഒരു കുട്ടി ചെറുപ്പത്തിലേ ക്ഷമിക്കേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. ലുക്മാന്റെ ആ വാക്കിനെ എടുത്തുദ്ധരിക്കുന്നതിലൂടെ ഒരു പിതാവ് എല്ലാ കാലത്തുമുള്ള മക്കൾക്ക് ഈ ഒരു ജീവിത പാഠം പകർന്നു നൽകേണ്ടതിന്റെ അനിവാര്യതയെ ഉണർത്തുന്നു. വസ്ബിർ അലാ മാ അസ്വബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് അല്ലാഹുവിൽ നിന്നും നിന്നിൽ നിക്ഷിപ്തമായ ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. വമാ അസ്വബകും മിൻ മുസീബത്തിൻ ഫമിനല്ലാഹ്, ശത്രുക്കള് സത്യവിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ, ദൈവത്തിന് കീഴ്പ്പെട്ട മനുഷ്യർക്ക് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ അവരെ പുച്ഛിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടായിരുന്നു. ലോകത്ത് എന്നും തുടർന്നുകൊണ്ടേയിരിക്കും അത്. ഉഹുദില് വിശ്വാസികൾ പരാജയപ്പെട്ടപ്പോഴ് ആ പരാജയത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ കളിയാക്കുകയും ദൈവശിക്ഷയാണ് എന്ന് അവരോട് പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫമിനല്ലാഹ്, അപ്പോ അവിടെ ഒന്നും തന്നെ അള്ളാഹുവിൽ നിന്നുള്ള അവർക്ക് മുകളിലുള്ള ദൈവത്തിന്റെ ശിക്ഷയായിക്കൊണ്ട് അവരെന്താക്കും, അതിനെ വ്യാഖ്യാനിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മുകളിൽ ലന എന്ന വാക്കിലൂടെ അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് എന്നും, അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള കോപത്തിന്റെ ഭാഗമായി അള്ളാഹു നിങ്ങൾക്ക് മുകളിൽ നടത്തിയ ഒന്നല്ല എന്നും സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തും നാളെ ദൈവീക സന്നിധിയിലും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യവിശ്വാസിയുടെ മാത്രം ഒരു ഗുണമാണ് എന്ന് പരിശുദ്ധ റസൂലും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അജബല്ലി അംറിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഇദാ അസ്വാബത്തുഹു സറാഉ ശകറ വഇദാ അസ്വാബത്തുഹു ളറാഉ സ്വബറ. അവന് സന്തോഷം വന്നാല് അള്ളാഹനെ സ്തുതിക്കും, അവന് ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലോ അവൻ ക്ഷമ കൈകൊള്ളുകയും ചെയ്യും. ഇത് ഒരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആഖിറത്തിൽ രൂഢമൂലമായി വിശ്വസിക്കുന്ന ഒരു മുഅ്മിന്, ഒരു അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ച ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും തന്നെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ കയറ് തേടി ഓടൂല. പാനീയം എടുത്ത് കുടിച്ച് അവന്റെ ജീവിതത്തെ അവന് ഒടുക്കൂല. അവന് കയറും പിടിച്ച് ഏതെങ്കിലും മരത്തിന്റെ ചില്ലയിലേക്ക് ഓടൂല. അതാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യവത്തായ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴേ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് എന്റെ റബ്ബ് എന്നിൽ നിക്ഷിപ്തമാക്കിയ ഒന്നാണെന്നും ഞാൻ ക്ഷമാപൂർവം അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും താമസിയാതെ എന്റെ റബ്ബ് എനിക്ക് ജീവിതത്തിൽ
ഏറ്റവും നല്ല ഒരു അവസ്ഥാവിശേഷം, സന്തോഷവേള എനിക്ക് സമ്മാനിക്കുമെന്നുമുള്ള ഉറച്ച ബോധ്യം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവും. പടച്ചവനിൽ നിർഭയത്വം പ്രാപിച്ച മുഅ്മിൻ എന്ന ഗുണത്തിന് അർഹനായ ഒരു മനുഷ്യനിക്ക് ഉണ്ടാകും. അപ്പൊ വസ്ബിർ അലാ മാ അസ്വബക, അവിടെ ക്ഷമിക്കാൻ ചെറുപ്രായത്തിലെ കുട്ടികളോട് പറയണം. അംർ ഖാലിദ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുട്ടികളെ സ്വയാശ്രിതരാക്കണം. അള്ളാഹുവിടെ വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് കുട്ടിയോട് ഒരു പിതാവ് പറയുമ്പോൾ ആ കുട്ടിയെ എപ്പോഴും തോളത്തെടുത്ത് അല്ലെങ്കിൽ തോളിൽ വെച്ച് നടക്കേണ്ട ഒന്നല്ല. അവന് സ്വയാശ്രിതത്വം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. നീ തന്നെ നിന്റെ ജീവിതത്തെ നന്നായി കാണുകയും അവിടെ നീ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച് നീ തന്നെ അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിന് സ്വയാശ്രിത ബോധം നൽകണം എന്നാണ് ഇതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് എന്ന് അംർ ഖാലിദ് പറയുന്നുണ്ട് ഇതിന് വ്യാഖ്യാനിച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ ഈ ആയത്തിലെല്ലാം ഉള്ള വ്യാഖ്യാനം മനോഹരാണ് അദ്ദേഹത്തിന്റെ. ഒരു കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയാണ് സ്വയാശ്രിതനാക്കേണ്ടത്? അത് സമ്പത്ത് നൽകുന്നതിലാണെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നതിലാണെങ്കിലും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പെടുന്നനെ അതെല്ലാം തന്നെ നിങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുത്ത് ആ കുഞ്ഞിനെ ദുർബലരാക്കുന്നതിനപ്പുറം ആ കുഞ്ഞിനോട് തന്നെ ആ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് അതിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിപ്പിച്ച് ആ കുഞ്ഞിന്റെ മനസ്സിൽ ശക്തമായ ബോധവും വിശ്വാസ ദൃഢതയും സ്വയം സൃഷ്ടിക്കേണ്ടത് ഒരു മാതാവിന്റെയും പിതാവിന്റെയും അനിവാര്യമായ കാര്യമാണ് എന്ന് അംർ ഖാലിദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ഒരു വിഷയം കൂടി പറഞ്ഞു പോകുന്നുണ്ട്. കുട്ടികൾക്ക് ചോദിക്കുന്നതെല്ലാം കൊടുത്ത് ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്ത് കുട്ടികളെ മോശമാക്കുന്ന അല്ലെങ്കിൽ ചിന്താപരമായും കർമ്മപരമായും അവരെ ദുർബലരാക്കുന്ന മാതാപിതാക്കളുണ്ട്. അവര് ജീവിതത്തിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ മഹാ അപകടം അവർ നേരിടേണ്ടി വരും. അതിന് പകരം ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും കുറച്ചെല്ലാം സഹിച്ച് ജീവിതത്തെ ഏറ്റവും നന്നായി കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രൂപത്തിൽ കുട്ടികളെ പാകപ്പെടുത്തണം. പാവപ്പെട്ടവനോടും ദുർബലനോടും വിശന്ന് വലയുന്നവനോടുമെല്ലാമുള്ള മനസ്സുകൊണ്ടുള്ള ചാരി നിൽക്കൽ, ചേർത്ത് പിടിക്കൽ ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നൽകിക്കൊണ്ട് ജീവിതം ഈ രൂപത്തിലെല്ലാം കടന്നു പോകുന്ന ഒന്നാണ്. അവിടെയെല്ലാം തന്നെ ക്ഷമാപൂർവം ജീവിതത്തെ നോക്കിക്കാണേണ്ടതുണ്ട് എന്ന പാഠം കുട്ടികൾക്ക് ചെറുപ്രായത്തിലേ നൽകിക്കൊണ്ട് അവനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഒരു നല്ല പിതാവിന്റെ നല്ല മാതാവിന്റെ ഗുണമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നു. അപ്പോ കുട്ടികളെ സ്വയാശ്രിതരാക്കണം. അതിനാൽ ക്ഷമിക്കണം എന്ന് പറയണം. ഏതൊന്നും ഏറ്റെടുത്തുകൊണ്ട് എല്ലാം തന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലല്ല ഒരു മാതാപിതാക്കൾ നടത്തേണ്ടത്. നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളണം, അള്ളാഹുവിൽ നിന്റെ ജീവിതത്തെ നീ ഭരമേൽപ്പിക്കണം, പ്രതിസന്ധികൾ നീ ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൽ സ്വയാശ്രിതത്വം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഇതാണ് ഈ പറഞ്ഞു പോകുന്ന അള്ളാഹുവിന്റെ ലുഖ്മാന്റെ ഉപദേശങ്ങളിൽ മനുഷ്യ കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്ന് അംർ ഖാലിദും പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഏതായാലും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ മക്കൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ എല്ലാ നല്ല ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന അതിനെ കർമ്മങ്ങളെ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന നല്ല മനുഷ്യരായി നമ്മളെയും നമ്മളെ മക്കളെയും അള്ളാഹു മാറ്റട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.